എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. നമ്മളിന്നൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ്. ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ഏത് ലെവലിൽ അത് മേടിക്കും എന്നുള്ളതാണ്. സ്റ്റോക്ക് മേടിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സപ്പോർട്ടും അതിൻ്റെ റെസിസ്റ്റൻസും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് താഴോട്ട് പോയി, ഞാൻ വിറ്റ് കഴിഞ്ഞപ്പം സ്റ്റോക്ക് മേലോട്ട് പോയി. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ മേടിക്കണം അല്ലെങ്കിൽ എപ്പോൾ വിൽക്കണം എന്നുള്ള അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇത് സംഭവിക്കുന്നത്. പുതിയ മാർക്കറ്റിലെത്തുന്ന പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാം സംഭവിക്കുന്നതാണ് ഈ കാര്യം. അപ്പം ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സ്റ്റോക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റലായുള്ള ഒരു കാര്യം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ ആദ്യത്തെ ഈ ട്യൂട്ടോറിയലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഈ ട്യൂട്ടോറിയൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് അതിൻ്റെ ബേസിക് ആൻഡ് ഇൻട്രഡക്ഷൻ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ദ പ്രൈസ്, ട്രെൻഡ് ലൈൻ, ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡ് ലൈൻ, അതുപോലെ ചാർട്ടിനകത്തുള്ള ചാനൽസ്, സൈഡ് വേസ് അല്ലെ ട്രേഡിംഗ് റേഞ്ച്, സോൺസ്, അതിൽ പുൾ ഔട്ട് ആൻഡ് ബ്രേക്ക് ഔട്ട്, അതുപോലെ പിന്നെ ബ്രേക്ക് ഔട്ടുണ്ട്, ഫോൾസ് ബ്രേക്ക് ഔട്ടുണ്ട്. ഈ സപ്പോർട്ട് ഷെയർ കയറുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അത് ഈ വോളിയവുമായിട്ടൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കൂടെ പഠിക്കുന്നത്. അത് നമ്മളതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും രണ്ട് തരത്തിലുള്ള ആരോ. ഒന്നൊരു പച്ച കളറിലുള്ള ആരോ മേലോട്ട് പോകുന്നു, ഒരു ചുവന്ന കളറുള്ള ആരോ താഴോട്ട് പോകുന്നു. അതൊരു ഓർഡറിൽ ഇങ്ങനെ കാണാൻ പറ്റും. എന്താണ് ഈ ആരോ എന്ന് ബേസിക്കായിട്ട് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ്. അതും ഒന്നിലത് മുകളിലോട്ട് പോകുന്നു അല്ലെങ്കിൽ അത് താഴോട്ട് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടത് മുകളിലോട്ട് പോകുന്നു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങണമോ വിൽക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളും കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് കടന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറേ ലൈൻസ് ആരോസ് കാണിച്ചിട്ടുണ്ട്. രണ്ട് കളറിൽ മേലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ സ്ക്രീനിൽ കാണാം ഒരു പെർട്ടിക്കുലർ ലെവലിൽ അത് ആരോ മേലോട്ട് പോകുന്നു, എന്നിട്ട് അത് അവിടെ നിൽക്കുന്നു. അതിനുശേഷം അത് പിന്നെ താഴോട്ട് വരുന്നു. അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരുമ്പോൾ അത് താഴോട്ട് അതവിടെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിൽക്കുന്നത് കാണാം. ഇതൊരു സീരിയസ് ആയിട്ട് ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഇങ്ങനെ പോകും. നമുക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ താഴോട്ട് പോകുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ മേലോട്ട് പോകുന്ന സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ അതവിടെ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മൾ ഓരോ മേളത്തെ എവിടെ സ്റ്റോക്ക് എവിടെ വരെ പോകുന്നു, അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുന്നു, ആ പോയിന്റിൽ നിന്ന് നമുക്കവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ താഴെ അത് എവിടെ വന്നിട്ട് മേലോട്ട് എവിടെയോ തിരിച്ച് എങ്ങോട്ട് പോകുന്നു, മേലോട്ട് പോകുന്ന അവിടെ നമുക്ക് ഒരു ലൈൻ വരച്ചു. ഈ മേളത്തെ ലൈന് താഴത്തെ ലൈന് രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ മേളത്തെ ലൈന് നമുക്ക് റെസിസ്റ്റൻസ് എന്നും താഴത്തെ ലൈന് നമുക്ക് സപ്പോർട്ട് എന്നും വിളിക്കാം.
എന്തുകൊണ്ട് ഇത് അവിടെ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ വരുമ്പോൾ അതവിടെ താഴോട്ട് വന്നിട്ട് പിന്നെ അത് മേലോട്ട് പോവുകയും അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് വരികയും ചെയ്യുന്നത് എന്ന് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ വരുമ്പോൾ താഴെ എത്തുമ്പോൾ അത് താഴോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആളുകൾ അതിൻ്റെ സ്റ്റോക്കിൻ്റെ റിയൽ വാല്യൂ അല്ലെ അതിൻ്റെ നേരത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നേരത്തെ ഉള്ള അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ മറ്റേ ആ നേരത്തെ ഉള്ള ആ ലെവലിലെത്തുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു ഇത് ഇവിടെ വെച്ച് വാങ്ങാൻ താഴെ പോകാൻ സാധ്യതയില്ല എന്ന്. അതുപോലെ തന്നെ തിരിച്ചും ഒരു പെർട്ടിക്കുലർ ലെവലിൽ മേളിലെത്തി കഴിയുമ്പോൾ സ്റ്റോക്ക് പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങും. ആളുകൾ വിചാരിക്കുന്നു അതിൻ്റെ സ്റ്റോക്കിൻ്റെ അപ്പോഴത്തെ മാർക്കറ്റ് മൂല്യം അത്രയേ ഉള്ളൂ, അപ്പോൾ ആളുകളത് വിൽക്കുമ്പോൾ പതുക്കെ സ്റ്റോക്ക് താഴോട്ട് വരുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മൂവ്മെൻറ്റിൻ്റെ ഈ സപ്പോർട്ട് ആൻഡ് ലെവലിൽ ഇതിനിടയ്ക്കുള്ള ഇത് ട്രേഡിങ് നടക്കുന്ന അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് മൂവ്മെൻറ്റ്സിൻ്റെ വ്യത്യാസം. നമ്മളൊരു 2 ലൈൻ വരച്ച് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിന് എന്തുകൊണ്ട് സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് പോയിട്ട് താഴോട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പോയിട്ട് അത് മുകളിലോട്ട് പോകുന്നു? വളരെ സിമ്പിളാണ്. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലല്ല, നമ്മുടെ നിത്യജീവിതത്തിലായാലും എവിടെയായാലും നമുക്കറിയാവുന്നതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇതിനെ അനുസരിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റിലായാലും അല്ലെങ്കിൽ എവിടെയായാലും നമ്മൾ ഒരു ജോലിക്കായാലും ആൾ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കുറയും, അപ്പം നാച്ചുറലി ശമ്പളം കുറയും. ഏതൊരു പ്രൊഫഷണലിലെ ആൾ വളരെ കുറവേ സ്കിൽഡായിട്ടുള്ള ആളുകൾ വളരെ കുറവേ ഉള്ളെങ്കിൽ അവർക്ക് ഡിമാൻഡ് കൂടും, അവർക്ക് ശമ്പളം കൂടുതൽ കിട്ടും. ഇതേ തത്വം തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഈ താഴത്തെ പോയിന്റിൽ ഒരു സ്റ്റോക്ക് മേടിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ബേസിക്കായിട്ടുള്ളത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സ്റ്റോക്ക് ആളുകൾ മേടിക്കുന്നു. അപ്പം കൂടുതൽ ആളുകൾ മേടിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു, സ്റ്റോക്കിൻ്റെ വില കയറുന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം ആളുകൾ അതിൻ്റെ മാക്സിമം വിലയിലെത്തി അതിൻ്റെ അപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ചുള്ള ആ വിലയിലെത്തി പതുക്കെ ആളുകൾ മേടിക്കുന്നു, കുറയുന്നു, പതുക്കെ ആ സ്റ്റോക്ക് താഴോട്ട് വരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ ബേസിക്കായിട്ട് പറഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡുമായിട്ട് കണക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റ്, എന്തുകൊണ്ട് ഇത് സ്റ്റോക്ക് കയറുന്നു ഇറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ്, ഇപ്പോൾ സ്റ്റോക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒരാൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും, പല കാരണങ്ങൾ കാണും. അപ്പോൾ ആ പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഒരു സ്റ്റോക്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് സ്റ്റോക്ക് മേടിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ഏണിങ്, കമ്പനിയുടെ വരുമാനം കൂടുന്നു, അല്ലെങ്കിൽ കമ്പനി പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കർമാർ അല്ലെങ്കിൽ ക്രെഡിറ്റിംഗ് ഏജൻസികളെ സ്റ്റോക്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നു, അതിൻ്റെ ക്രെഡിറ്റിംഗ് അത് കൂടുന്നു അതിൻ്റെ ഷെയറിൻ്റെ. പിന്നെ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീറ്റർ അതുപോലുള്ള അതേ ഫീൽഡിലുള്ള കോമ്പറ്റീറ്റർ അവരെ സംബന്ധിച്ചുള്ള മോശം കമ്പനി അല്ലെ അവരെ സംബന്ധിച്ചുള്ള മോശമായ വാർത്തകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുക്കുക, അതുപോലെ തന്നെ റെഗുലേഷൻസും നിയമങ്ങൾ മാറുന്ന, ഇതൊക്കെയാണ് ഒരു സ്റ്റോക്ക് കയറാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ. അതുപോലെ സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റോക്ക് താഴോട്ട് വരാനും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ട് സ്റ്റോക്ക് കയറുന്നു നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് താഴോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുൾ ബാക്ക്, ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ലെവലിലെത്തിയപ്പോൾ ആളുകൾ മേടിക്കുന്നത് സാധാരണ സ്റ്റോക്ക് താഴോട്ട് വരാൻ തുടങ്ങും. അതിന് നമുക്ക് കറക്ഷൻ എന്ന് പറയാം. പിന്നെ കുറച്ച് ഡിമാൻഡ് കുറയുമ്പോൾ അത് നല്ല ഷെയറാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ച് നാൾ അങ്ങനെ ഒരേ ലെവലിൽ അങ്ങനെ അതിങ്ങനെ ട്രേഡ് ചെയ്യും. ഒരു പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല, അത് ചെറിയൊരു ഇതിൽ മൂവ്മെൻറ്റ് ചെയ്യും. അതിങ്ങനെ അതിന് അതുപോലെ
പല കാരണം വേറെയുണ്ട്. മറ്റേ ഫെഡറൽ റിസർവിൻ്റെ, റിസർവ് ബാങ്കിൻ്റെ, അതുപോലെ ആ രാജ്യവും അല്ലെങ്കിൽ ആ സ്റ്റേറ്റുമായിട്ട് വരെ എക്കണോമി, അത് ഏതെങ്കിലും ഇൻ്റർനാഷണൽ ലെവലുള്ള ഇവൻറ്റ്സ്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ് ആണ്. ഹ്യൂമൻ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് തന്നെ അതിനെ ബന്ധപ്പെടുത്താൻ ആളുകളുടെ മനസ്സും അല്ലെ ട്രേഡേഴ്സിൻ്റെ അവരുടെ മനസ്സും പ്രൈസ് മൂവ്മെൻറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷനെയാണ് നമ്മൾ പിന്നീട് ആ ഗ്രാഫാക്കി കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് ബേസിക്കായിട്ട് പറയാൻ പറ്റും. അൾട്ടിമേറ്റ്ലി സ്റ്റോക്ക് മേലോട്ട് പോവുക താഴോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അതുപോലെ തന്നെ വേറെയും കുറച്ച് കാരണങ്ങളുണ്ട് സ്റ്റോക്ക് താഴോട്ട് വരാനായിട്ട്. ഒന്നത് നമ്മൾ പറഞ്ഞു കയറാനായിട്ട് ഏണിങ്, അതുപോലെ തന്നെ ഏണിങ് മിസ്സാവും താഴോട്ട് വരും. അത് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിലെ മോശം പ്രകടനമാണെങ്കിൽ താഴോട്ട് വരും. അതുപോലെ ബ്രോക്കർമാർ ഡൗൺഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരും. അതുപോലെ തന്നെ ഇതേ പ്രോഡക്റ്റ് ഇറക്കുന്ന കമ്പനിക്ക് ഇതിനേക്കാളും നല്ല ന്യൂസും ബെറ്റർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയോട്ട് ബന്ധപ്പെടാൻ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വില ഇടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോയർ റെഗുലേഷൻസ്, മാനേജ്മെൻറ്റ് ചേഞ്ച്, ഇതൊക്കെയാണ് സ്റ്റോക്ക് ഇടിയുള്ള മറ്റ് കാരണങ്ങൾ. നമ്മളൊരു ബേസിക് ഐഡിയ ഇതിൽ നിന്ന് കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സിക്സാഗ് ലെവലിൽ ഒരു രണ്ട് ചാർട്ട് അല്ലെ 2 ലൈൻസ് മൂവ് ചെയ്യുന്നത് കാണും. അപ്പോൾ ഇത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ അത് സ്റ്റോക്ക് എത്തുന്നു. ആ പോയിന്റിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്ന പറഞ്ഞ് അവിടെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. പതുക്കെ സ്റ്റോക്ക് കുറച്ച് താഴോട്ട് വരുന്നു. അതവിടെ നിന്നിട്ട് പിന്നെയും കയറുന്നു, പിന്നെയും താഴുന്നു, പിന്നെയും കയറുന്നു. അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് അതുപോലെ കാണാൻ പറ്റും. സ്റ്റോക്ക് താഴുന്നു, ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തുമ്പോൾ പിന്നെ റീബൗണ്ട് ചെയ്ത് തിരിച്ച് മേലോട്ട് പോകുന്നു. ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തുമ്പോൾ അത് അവിടുന്ന് തിരിച്ച് താഴോട്ട് പിന്നെയും വരുന്നതായിട്ട് കാണാം. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പം ഒരു സ്റ്റോക്ക് കയറുന്ന അതും ഇറങ്ങുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കയറുന്നതിനെ നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയും, താഴോട്ട് പോകുന്നതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. ഈ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു സ്റ്റോക്ക് നമുക്ക് എവിടെ എൻ്റർ ചെയ്യണം, അതിൻ്റെ സ്റ്റോപ്പ് ലോസും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് താഴെ നിന്ന് കയറി ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തി, അത് കുറച്ച് താഴെ വരുന്നു, ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തിയതിനു ശേഷം പിന്നെയും തിരിച്ച് കയറുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ലോയിൽ ആ ലോ പോയിന്റിൽ ആ സ്റ്റോക്കിൻ്റെ താഴത്തെ പ്രൈസ് എത്താതെ ഒരു പെർട്ടിക്കുലർ അത് ഇടയ്ക്ക് ഒരു ഭാഗത്ത് വന്നിട്ട് പിന്നെയും റീബൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിട്ട് പിന്നെയും കയറുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം അത് അതിൻ്റെ ലോയ്ക്ക് മേളിലായിട്ട് നമ്മുടെ അടുത്ത ലോ ഇത് ചെയ്യുമ്പോൾ അതുപോലെ ഹൈ അതിന് മേലോട്ട് അടുത്ത ഹൈ വരുന്നു. ഇങ്ങനെ വരുന്നതിന് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ മേടിക്കേണ്ട സ്റ്റോക്കുകൾ. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തുമ്പോൾ നമ്മൾ സ്റ്റോക്ക് താഴോട്ട് വരുന്നു, അതിനുശേഷം ചെറിയൊരു റീബൗണ്ട് ഉണ്ടാകുന്നു, അതിന് പഴയ ഹൈ ലെവലിൽ എത്തുന്നില്ല, അതിനു മുമ്പ് അത് പിന്നെയും താഴോട്ട് വരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു കയറ്റത്തിന് ശേഷം പിന്നെയും താഴോട്ട് വീഴുന്നത് കാണാം. ഇതാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മേടിക്കുകയും ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പം അതൊരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക ഇതിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് പല പ്രാവശ്യം താഴുകയും കയറുകയും ചെയ്യുമ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് നമ്മളതിൻ്റെ ഏറ്റവും ബോട്ടം പോയിൻറ്റ്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ട്രെൻഡ് ലൈൻ എന്ന് പറയാം. അതുപോലെ തന്നെ മേളത്തെ ലൈൻസ് നമ്മൾ എവിടെയാണ് അതിൻ്റെ ആ റെസിസ്റ്റൻസ് പോയിട്ട് പിന്നെ എവിടോട്ട് നമ്മളത് താഴോട്ട് പിന്നെയും വരുന്ന ആ ലൈൻസ് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക.
അപ്പോൾ ഈ ലൈൻ വരച്ച് താഴത്തെ ലൈൻ നമ്മൾ പൊതുവെ നമ്മൾ ട്രെൻഡ് ലൈൻ എന്നും മേളത്തെ ചാനൽ ലൈൻ എന്നും പറയാറുണ്ട്. ഇങ്ങനെ മേളോട്ടായാലും കീഴോട്ട് താഴോട്ട് വരുന്ന സ്റ്റോക്കുകളായാലും ഇങ്ങനെ പോകുന്ന നമ്മൾ ചാനൽ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഇൻസൈഡുള്ള ഇപ്പോൾ നമ്മൾ ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ മുമ്പ് കണ്ട അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് കയറുന്നു ഇറങ്ങുന്നു, നമ്മൾ ആ ഏറ്റവും താഴത്തെ പാർട്ട് നമ്മൾ സപ്പോർട്ടെന്നും മേളത്തെ പാർട്ടിന് നമ്മൾ റെസിസ്റ്റൻസ് എന്നും വിളിക്കുന്നു. ഈ മൂവ്മെൻറ്റിന് ഇത് നമ്മളിടയ്ക്കത്തെ നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസുമാണ്. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ രണ്ട് പാരലൽ ലൈൻസിന് ഇടയ്ക്കൂടെ ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് നമ്മൾ റെക്റ്റാങ്കുലർ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ചാനലെന്നും ചിലർ പറയാറുണ്ട്, പൊതുവെ റെക്റ്റാങ്കിൾ എന്നും പറയാറുണ്ട്. അപ്പം ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന രണ്ട് ലൈൻസിന് ഇടയിൽ മൂവ് ചെയ്യുന്ന രണ്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നവൻ നമ്മൾ അതിൻ്റെ ട്രേഡിംഗ് റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം പൊതുവെ ആളുകൾ റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമില്ലാത്തവർ ചില സ്റ്റോക്കുകൾ ഇങ്ങനെ ഈ ലെവലിൽ നോക്കിയിട്ട് വാങ്ങുകയും മേടിക്കുകയും ചെയ്യാറുണ്ട്. കുറച്ച് റിസ്ക് കുറവാണ്. നമ്മൾ അതിന് ഈ ട്രേഡിംഗ് റേഞ്ച് നോക്കിയിട്ട്. അടുത്തത് നമുക്ക് ഇതിനകത്ത് ഈ ഗ്രാഫിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് കാണാം. അത് പല പ്രാവശ്യം കയറി ഇറങ്ങി വരുന്ന പിന്നെയും കയറുന്നതായിട്ട് നമുക്ക് കാണാം. കുറേ ഡോട്ടഡ് ഹൊറിസോണ്ടൽ ലൈൻസും നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ആ ലൈൻസിന് ചേർന്നിട്ട് നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കളറിൽ. ഈ ലൈൻസ് ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ പൊതുവെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ എന്നാണ് പറയുന്നത്. ഈ സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തുമ്പോൾ സ്റ്റോക്ക് തിരിച്ച് കയറുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കയറുന്ന ആ പെർട്ടിക്കുലർ എക്സാക്റ്റ് പോയിൻ്റ് എപ്പോഴും നമുക്ക് കിട്ടണമെന്ന് ഇനി ഒരു പ്രത്യേക പ്രൈസിൽ അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ചു കയറുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ആ പോയിൻ്റ് ഒരു പെർട്ടിക്കുലർ പ്രൈസ് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈസ് അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആ ഒരേ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൈസിന് നമ്മൾ അത് ചിലപ്പോൾ എക്സാക്റ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോൺ ഉപയോഗിക്കാറ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സോണിലെ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് താഴോട്ട് വരുന്നു, സപ്പോർട്ട് ലെവലിനേക്കാളും താഴോട്ട് വരുന്നു. അതുപോലെ തന്നെ ഇവിടെയും പോലെ താഴോട്ട് വരുന്നു. ഇവിടെ റെസിസ്റ്റൻസിന് മേളിലോട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ സോൺ റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ അടുത്ത കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ സപ്പോർട്ട് ലെവൽ കാണിച്ചിട്ടുണ്ട്. ആ സപ്പോർട്ട് ലെവലിന് താഴോട്ട് സ്റ്റോക്ക് കുറച്ച് താഴ്ത്തി പിന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ഓവർ ഷൂട്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അണ്ടർ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇതൊന്ന് ഓവർ ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. പിന്നെ തിരിച്ച് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ആ സപ്പോർട്ട് ലെവൽ എത്താതെ സ്റ്റോക്ക് പിന്നെയും മേലോട്ട് കയറിപ്പോകുന്നതാണെന്നല്ലേ ഇതിനെ നമുക്ക് അണ്ടർ ഷൂട്ട് എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഈ എക്സാക്റ്റ് ഇത് പോയിൻ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു പ്രൈസ് ലെവൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ ഈ സോൺ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ മേടിക്കണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പം അതുപോലെ ഇത് ഈ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ ഷൂട്ടിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ലെവൽ തൊട്ട് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടുകയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സപ്പോർട്ട് ലെവൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ച നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ ഈ കണ്ട ഇതേപോലെ തന്നെ അവിടെ പോയിന്റിൽ എത്തിയിട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എക്സാക്റ്റ് നമ്മൾ ആ വില അവിടെ താഴെ കൊടുത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് പോവുകയും നമുക്ക് പിന്നെ ആ ട്രേഡിൽ നമ്മൾ പുറത്തു പോയി ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് താഴെയായിട്ട് ലെവൽ നോക്കിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം. വാങ്ങുമ്പോഴാണെങ്കിൽ സപ്പോർട്ടിന് താഴെയും വിൽക്കുമ്പോഴാകുമ്പോൾ റെസിസ്റ്റൻസിന് മേളിലും വേണമെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഈ ഓവർ ഷൂട്ടും മറ്റേ അണ്ടർ ഷൂട്ടും നമ്മൾ കുറച്ച് മനസ്സിലാക്കിക്കണം. ഇപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സപ്പോർട്ട് ലെവലിൽ തൊട്ട് താഴെ ചിലപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക്
ഈ സപ്പോർട്ട് ലെവൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി നമുക്ക് ആ ട്രേഡ് നഷ്ടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതല്ലെങ്കിൽ ഈവൻ നമ്മൾ സ്റ്റോക്ക് മീഡിയം ടേമിലേക്കോ ലോങ് ടേമിലേക്കോ മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ സോൺ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോഴാണ് റീബൗണ്ട് ചെയ്ത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു എക്സാമ്പിളിലേക്ക് അതിൻ്റെ പോകാം. ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പല ഹൊറിസോണ്ടൽ ലൈൻസ് വരഞ്ഞത്. ഇതെല്ലാം നമ്മൾ ഓരോ ടാർഗറ്റ് സപ്പോർട്ടാണ്. അപ്പം കൂട്ടത്തിൽ ഈ ആദ്യത്തെ സപ്പോർട്ടിൽ നമ്മുടെ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് കയറി അടുത്ത ലെവലിലെത്തി കഴിയുമ്പോൾ അത് നമുക്ക് അത് റെസിസ്റ്റൻസ് പറയും. പക്ഷേ അതിന് തൊട്ട് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ലെവലിൽ സപ്പോർട്ട് ലെവലായിട്ടും പിന്നെ അടുത്ത ലെവലിലെത്തുമ്പോൾ അത് അടുത്ത റെസിസ്റ്റൻസ് അടുത്ത റെസിസ്റ്റൻസ് ആകും. അതിന് മേഖലയിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത സമയത്ത് അത് സപ്പോർട്ടായിട്ട് മാറും. അങ്ങനെ ഇത് കയറുന്നതനുസരിച്ചിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ടുമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് റെക്റ്റാങ്കിളിൽ നമ്മൾ സോൺ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞ് ഈ രണ്ട് സോൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇത് താഴോട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് സ്റ്റോക്ക് ഓവർഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ സോൺ ഈ പിക്ചറിൽ നിന്ന് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് ഈ ഒരു സോണിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിളിൽ കാണിക്കാം. ഒരു മാസം മുമ്പ് നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മറ്റേ ഈ സ്റ്റോക്ക് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ മേടിക്കാനായിട്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടിരുന്നു? അന്ന് പലരും സംശയം ചോദിച്ചിരുന്നു, ഇത് മേടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്, നല്ലതാണോ ഇല്ലയോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം എന്തുകൊണ്ട് അത് അവിടെ വെച്ച് മേടിക്കാൻ പറഞ്ഞു എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചാർട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു മൾട്ടി ഇയർ സപ്പോർട്ട് ലെവൽ നമുക്ക് താഴെ കാണാൻ പറ്റും. ഒരു കളറിൽ ഇവിടെ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ പോലെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു കഴിഞ്ഞ 8 കൊല്ലത്തെ ചാർട്ടാണ്. ഇത് ഈ സ്റ്റോക്കിൻ്റെ RECയുടെ സ്റ്റോക്ക് കാണിച്ച് 2009 7 മാസം തൊട്ട് ഈ 2016 വരെയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം 2009 ഈ സ്റ്റോക്ക് ഈ 165 ലെവലിൽ എത്തിയതിന് ശേഷം ഒരു സ്റ്റോക്ക് ഒരു വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടായി. അവിടുന്ന് അത് പിന്നെ തിരിച്ച് പതുക്കെ കറക്റ്റ് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ ഒരു 2011 ഏകദേശം ഒരു പകുതി കഴിഞ്ഞപ്പം അത് ആ ലെവലിലെത്തി. പിന്നെ ഒരു ചെറിയ മൂവ്മെൻറ്റ് മേലുണ്ട്. പിന്നെ തിരിച്ച് ആ റേഞ്ചിൽ ആ കൊല്ലം തന്നെ ലാസ്റ്റിലായപ്പോൾ ഡിസംബറിലാണെന്ന് തോന്നുന്നു കയറി. പിന്നെ കയറിയിട്ട് അതിനടുത്ത കൊല്ലം ഒരു 4 മാസം 5 മാസം പിന്നെ ആ പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ഒരു കൊല്ലത്തിന് ശേഷം പിന്നെ ആ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം 3 കൊല്ലത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം 2016 വീണ്ടും ആ സ്റ്റോക്ക് ആ പെർട്ടിക്കുലർ പോയിന്റിലെത്തുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റും അത് ആ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അത് മേലോട്ട് കയറുന്ന ഒരു ഗ്രാഫ് കാണാൻ പറ്റും. കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടെ കണ്ടമാനം വോളിയം വളരെ കൂടിയിട്ടുണ്ട്. സാധാരണ ആവറേജ് വോളിയത്തിനേക്കാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ വോളിയം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത്, അല്ലെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ആ സോണിൽ നമുക്ക് എത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സോണ്, 2 സോണ്, 3 അങ്ങനെ ഒരു 4 സോണായിട്ടാണ് വരുന്നത്. ഞാൻ ഒറ്റയടിക്ക് ഇതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ ഇത് നമുക്ക് ഇതിന് താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്നാലും ആ 2 കൊല്ലമായിട്ട് ആ സെക്ടർ അത്ര പെർഫോം ചെയ്യുന്നില്ല. അത് കാരണമാണ് അത് ഒരുപക്ഷെ 140 താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെയും സ്റ്റോക്ക് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് 140 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് മേടിക്കണമെന്ന് പറയാനായിട്ടുള്ള കാരണം അതാണ്. അത് ഇപ്പം അതുകൊണ്ട് 200 രൂപയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലരും ഇത് മേടിക്കാണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഈ സോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ മൾട്ടി ഇയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് ഒരു സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ട്. ആ ബോക്സിനകത്ത് ഒരു ഷെയർ അത് ബ്രേക്ക് ഔട്ട്
ബോക്സ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് ആ ബ്രേക്ക്ഔട്ട് ബോക്സിന് അല്ലെങ്കിൽ എൻ്റെ അത് നമ്മൾ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻറ്റ് ലെവലിൻ്റെ മുകളിൽ നിന്ന് സ്റ്റോക്ക് മേലോട്ട് കയറുന്ന കാണാം. ഇവിടെ തന്നെ അത് സ്റ്റോക്ക് മേലോട്ട് കയറുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കുക, പൊതുവേ നമ്മൾ പറയാറുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ലെവലിന് മേളിലാണെങ്കിൽ മാത്രമേ മേടിക്കാമെന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടാറ്റ കോഫിയുടെ കാര്യം പറഞ്ഞു, 115 116 മേളിൽ കൺഫേം ആയതിനു ശേഷം മാത്രമേ എൻ്റർ ചെയ്യാവുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ അത് തിരിച്ച് താഴെ ഈ താഴോട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും നമ്മളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ എപ്പോഴും നമ്മളത് എൻ്റർ ചെയ്യുക. അതും ഒന്ന് ക്രോസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഒരിക്കലും എൻട്രി ചെയ്യരുത്. 1 2 അല്ലെങ്കിൽ 3 ദിവസം അത് വാച്ച് ചെയ്തതിന് ശേഷം അത് ക്ലിയറായിട്ട് മുകളിലോട്ട് പോകുന്ന അതിൻ്റെ ചാർട്ട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ മേടിക്കാൻ നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ചൊന്ന് ഒരേപോലെ ഇങ്ങനെ നിന്നതിന് ശേഷം പെട്ടെന്ന് ആ സ്റ്റോക്ക് കയറുന്നു. പിന്നെ അതിന് ഒരു ഇടിച്ചിലിന് ശേഷം ഒരു കറക്ഷൻ ശേഷം പിന്നെ മാർക്കറ്റ് കയറുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് കയറിയിട്ട് സാധാരണ സ്റ്റോക്ക് കയറിയിട്ട് അത് തിരിച്ച് നമ്മുടെ ആ പഴയ റെസിസ്റ്റൻസ് ലെവലിലോട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ല ആ ഏരിയയിലോട്ടൊന്ന് വരാൻ സാധ്യതയുണ്ട്. അവിടെ വന്നിട്ട് പിന്നെ റീബൗണ്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കയറും എന്ന് അർത്ഥം. അപ്പോൾ ഈ എന്നെ തിരിച്ചിറങ്ങുന്നതിനാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പുൾ ബാക്ക് ഒന്ന് വാച്ച് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് റീകൺഫേം ആയതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാവൂ. സ്റ്റോക്ക് മേടിക്കുന്നതിന് മുമ്പ് എൻട്രി ചെയ്യാവൂ. അടുത്തത്, അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഒന്ന് ബ്രേക്ക് ഔട്ടായി എങ്കിലും അത് കുറച്ച് ദിവസങ്ങൾ ആ പോയിന്റ് നിന്നതിന് ശേഷമാണ് അത് പിന്നെ ഒരു പുൾ ബാക്കിന് ശേഷമാണ് ഈ സ്റ്റോക്ക് പിന്നെ ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 60 ഡിഗ്രിയിൽ അത് സ്റ്റോക്ക് കയറി നമ്മൾ കണ്ടത്. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് ഫോൾസ് ബ്രേക്കൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് കയറി അത് തിരിച്ചിറങ്ങാനുള്ള സാധ്യത നമുക്ക് ഇവിടെ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് ഏറ്റവും ടോപ്പിൽ പോയിട്ട് തിരിച്ചിതാണ് ടോപ്പിൽ ഹൈ പ്രൈസിൽ പോയിട്ട് ലോയിൽ വന്നിട്ട് അതിൻ്റെ മറ്റേ നമ്മുടെ റെസിസ്റ്റൻറ്റ് ലെവലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അതിൻ്റെ ക്ലോസിങ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫോൾസ് ബ്രേക്കൗട്ടാണ്. ഒരുപക്ഷെ നമ്മൾ കയറെന്ന് പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചിലപ്പോൾ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ബ്രേക്കൗട്ട് കൺഫേം ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് കയറാവൂ. അതുപോലെ റൈറ്റ് സൈഡിലായാലും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഇത് കാണുമ്പോൾ നമ്മുടെ ഇത് ഓവർഷൂട്ട് ചെയ്ത് താഴോട്ട് വരുന്നത്, ഇതാണ് ഓവർഷൂട്ട് നമ്മൾ പറഞ്ഞു, ഓവർഷൂട്ട് താഴോട്ട് വരുന്നതാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് കണ്ടാലറിയാം അത് ഹൈയിൽ പോകുന്നു, തിരിച്ച് വളരെ താഴോട്ട് വരും, തിരിച്ച് കയറിയിട്ട് ഏകദേശം നമ്മൾ അത് ഓപ്പൺ ചെയ്തതിനടുത്തായിട്ട് തന്നെ ആ ലെവലിലായിട്ട് തന്നെ അത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ദിവസം കറക്ഷൻ ശേഷം അത് സ്റ്റോക്ക് പിന്നെയും ഒരു പുൾ ബാക്കിന് ശേഷം സ്റ്റോക്ക് പിന്നെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ബ്രേക്കൗട്ട് പാറ്റേൺ നോക്കിയിട്ട് അത് കൺഫേം ആക്കിയ ശേഷം മാത്രമേ എൻട്രി ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ഫോൾസ് ബ്രേക്കൗട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് മുകളിലോട്ട് കയറും. ഇതറിയാം, നമ്മുടെ ഈ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലെന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഒരു ചെറിയ അത്രയും വലുതല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ ഒന്ന് മേലോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വരുന്നു. എന്നാൽ നെക്സ്റ്റ് ഡേയിൽ അത് നല്ലൊരു മൊമെൻറ്റം അത് കാണുന്നുണ്ട്. ആ സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽ കാണാൻ വലിയ ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം ഇത് ബ്രേക്കൗട്ട് ആണെന്നുള്ള മനസ്സിലാക്കി. പിന്നെ നമ്മളിത് ഇങ്ങനെയുള്ള ചാർട്ട് നോക്കി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്യാവൂ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഈ കയറുന്ന കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വന്നത് നമ്മളതിൻ്റെ സ്റ്റോക്കിൻ്റെ വോളിയമാണ്. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ നമ്മൾ വോളിയം കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം ഈ സ്റ്റോക്ക് ഇത് മൈൻട്രിയുടെ ഒരു ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഒരു പച്ച ഓവൽ ഷേപ്പിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് മുകളിലോട്ട് കയറുന്നു. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ കാണാം അതിൻ്റെ വോളിയം വളരെ ഹൈ ആണ്. എപ്പോഴും നമ്മൾ ബ്രേക്കൗട്ട് വരുന്ന സമയത്ത് താഴോട്ടായാലും മേളിലോട്ടായാലും ഒരു ആവറേജ് വോളിയത്തിൻ്റെ 5 ടൈംസ് നമ്മൾ നോക്കുക ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഒരു മിനിമം ഒരു 5 ടൈംസ് ഒക്കെ വരാറുണ്ട് സാധാരണ. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം, തന്നെ ഇവിടെ നമ്മൾ ബ്രേക്കൗട്ട് കാണുന്നു. ആ ബ്രേക്കൗട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആ ഹൈ വോളിയം വെച്ചിട്ട് ആ സ്റ്റോക്ക് കയറുന്ന കാണാം. നമ്മുടെ ഈ സപ്പോർട്ട് ലൈന്, ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ലൈന് ഇവിടെ കാണാം. മേൽ കാണുന്നതാണ് അതിൻ്റെ റെസിസ്റ്റൻറ്റ് ലൈൻ. ആ റെസിസ്റ്റൻറ്റ് ലൈൻ വരെ ആ സ്റ്റോക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ
അപ്പോൾ നമ്മൾ വോളിയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആദ്യം നമ്മൾ സപ്പോർട്ടർ ആൻഡ് വോളിയത്തിൻ്റെ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്ന ഇൻഡിക്കേറ്ററാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വോളിയം നമ്മൾ കഴിഞ്ഞ ചാർട്ടിൽ കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ വോളിയം കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബ്രേക്കൗട്ട് സംഭവിക്കുന്നത് കൺഫേം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് ബിലോ ലെവലിലാണ് എങ്കിൽ സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ വോളിയം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നത് ബ്രേക്കൗട്ട് എബവ് റെസിസ്റ്റൻസ്, അതായത് എബവ് റെസിസ്റ്റൻസ് ഓർ ബിലോ സപ്പോർട്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മേളിൽ അല്ലെങ്കിൽ ബിലോ സപ്പോർട്ട് വിത്ത് ലോ വോളിയം ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് ആ ബ്രേക്കൗട്ട് ഫെയിൽ ആകാൻ സാധ്യതയുണ്ട്. അതൊരു സപ്പോർട്ടിൽ മേലോട്ട് പോയി അവിടെ വോളിയം അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ സ്റ്റോക്ക് പിന്നെയും മേലോട്ട് പോകാതെ താഴോട്ട് വരാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ വരെ എത്തിയതിന് ശേഷം അതിൻ്റെ ആ വോളിയം കുറയുന്നതുകൊണ്ട് ഇനി ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ചാർട്ടിൻ്റെ ഈ ഭാഗത്ത് കാണാൻ പറ്റും ഒരു വലിയൊരു ഒരു റൈഡ് നടന്നതിന് ശേഷം ആ സ്റ്റോക്ക് അവിടുത്തെ പെട്ടെന്ന് താഴോട്ട് വരുന്നത്. കാരണം കോട്ടത്തെ അതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ അത് വോളിയം താഴോട്ട് താഴ്ന്നു വരുന്നു, പിന്നെ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു സ്റ്റോക്കിലൊരു മൊമെൻറ്റം കാണുമ്പോഴാണ് പിന്നെ അതിൻ്റെ വോളിയം നമ്മളിവിടെ കൂടുന്നതായിട്ട് കാണാം. അതുപോലെ ഏറ്റവും ലാസ്റ്റിലെത്തുമ്പോൾ ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നു. അപ്പം വോളിയം ഒരു സാധാരണ ഉള്ളതിൻ്റെ ഒരു പല മടങ്ങായിട്ട് കൂടുന്നു നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ലൈവായിട്ട് കഴിഞ്ഞ ആഴ്ചയോ മറ്റോ നമ്മുടെ ഒരു മെമ്പർ ഇതിൻ്റെ ചാർട്ട് കയറുന്നതിൻ്റെ ഇട്ടിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഗ്മ എക്സ്പോർട്ടിൻ്റെയാണ്. നമ്മൾ ഇങ്ങനെ ഇത് ലൈൻ വരയ്ക്കുന്നുള്ളതാണ്. നമ്മളെ ഒരു ചാർട്ട് ഇതിനകത്ത് ലൈൻ വരയ്ക്കുന്നൊക്കെ ഒരു സെപ്പറേറ്റ് ടൂട്ടൽ നമ്മൾ കാണിച്ചിരുന്നു. അതിനകത്ത് ഇതിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 62 ആണെന്നറിയാം. നമുക്കിവിടെ ആ സ്റ്റോക്ക് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ അത് 66 അതിന് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് കഴിഞ്ഞ ശേഷം ഒരു വലിയ ബ്രേക്കൗട്ട് സംഭവിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ ആ സ്റ്റോക്ക് ഒരു പതുക്കെ ഇങ്ങനെ ഒരു താഴോട്ടിറങ്ങി ഒരു പ്രത്യേക ഒരു രണ്ട് നമ്മൾ ആദ്യം ചാനലിൻ്റെ കാര്യം പറഞ്ഞു, ആ ഒരു അതിനകത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 69-60 ഈ ലെവലിലാണ് ഇപ്പോൾ ഇത് സ്റ്റോക്ക് നമ്മളിപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രേഡ് ചെയ്യുന്ന ഒരു ബ്രേക്കൗട്ട് ഇതിന് ഒരു കറക്ഷന് ശേഷം ഒരു പക്ഷേ ഈ സ്റ്റോക്ക് ഇനി രണ്ടാമത് കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുന്നതാണ് ഈ രണ്ട് ലൈൻസ് നമ്മളത് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രേക്കൗട്ട് സംഭവിക്കുന്ന സമയത്ത് അതിനുള്ള വോളിയം എത്ര കൂടുന്നു അത് നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ടിടത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റൈഡിന് ശേഷം അത് സ്റ്റോക്ക് താഴോട്ട് പോയപ്പോൾ അതിൻ്റെ വോളിയം കുറയുന്നതായി നമുക്ക് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അടുത്ത പ്രാവശ്യം ഈ ചാനലിന് പുറത്ത് ഇത് ബ്രേക്കൗട്ട് ആകുന്ന സമയത്ത് വോളിയം കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് കണ്ടവാനും കയറും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറ്റി നമ്മൾ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മേടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സപ്പോർട്ട് ലെവലിൽ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതുപോലെ റെസിസ്റ്റൻസിന് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അല്ലെങ്കിൽ അത് തട്ടിപ്പോവുകയും നമുക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ എക്സാക്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് സപ്പോർട്ട് ലെവൽ നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ കഴിവതും ഫോളോ റേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ സ്റ്റോക്ക് അണ്ടർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ അതിൽ ഓവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ട്രെൻഡ് ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ അത് തട്ടിയിട്ട് റെസിസ്റ്റൻസ് ലെവലിൽ അതിൽ തട്ടിയിട്ട് താഴോട്ട് വരികയാണ്. അത് പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വീക്കാണെന്ന് അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ താഴെ റെസിസ്റ്റൻസ് ലെവൽ എത്തിയതിന് ശേഷം അത്
റീബൗണ്ട് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം എന്നുണ്ടെങ്കിൽ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അവിടെ സ്റ്റോക്ക് തിരിച്ച് കയറുമെന്ന് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു ഹ്യൂമൻ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പ്രീവിയസ് ഹൈയും ലോയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ RECയുടെ ചാർട്ട് 8 കൊല്ലത്തെ ചാർട്ട് കണ്ടതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മേജർ ട്രെൻഡിനെ മാത്രം ഫോളോ ചെയ്യുക. ചെറിയൊരു മൂവ്മെൻറ്റ് ഒരു ട്രെൻഡ് ലൈനകത്ത് ട്രേഡ് നടക്കുകയാണെന്നുണ്ട് അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ച് നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. എങ്കിലും ഒരു മെയിൻ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ക്ലോസ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പം ഇതിൽ നിന്ന് ബേസിക്കായിട്ടുള്ള സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നെ പറ്റിയ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് കഴിവതും മെയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ അടുത്ത ട്യൂട്ടോറിയൽ ഉണ്ടാക്കുമ്പോൾ ഏത് ടൈപ്പ് ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, നമുക്ക് അറിയാവുന്ന നോളജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഇത് പഠിച്ചതിന് ശേഷം കമൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കമൻ്റ് ഇടുക. ഇത് കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അത് നമ്മൾ കമൻ്റായിട്ടോ പോസ്റ്റായിട്ടോ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. എല്ലാവരും ഇത് കൂടുതൽ സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.